മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ചർച്ച ചെയ്യാൻ ഇന്ന് പ്രത്യേക മന്ത്രിസഭായോഗം. ടൗൺഷിപ്പ് നിർമ്മാണത്തിലും സ്ഥലം ഏറ്റെടുക്കലും യോഗത്തിൽ അന്തിമ തീരുമാനമാകും. വീടുകൾ നിർമ്മിക്കാൻ സന്നദ്ധത അറിയിച്ചവരുമായി സർക്കാർ ഉടൻ ചർച്ച നടത്തും. ഗുണഭോക്താക്കളുടെ കരട് പട്ടികയിലെ പിഴവുകൾ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് ജില്ലാ കളക്ടറോട് വിശദീകരണം തേടിയെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ക്ലറിക്കൽ മിസ്റ്റേക്ക് ഉണ്ടായി എന്ന് പറയപ്പെട്ട വിഷയം ഗൗരവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ജില്ലാ കളക്ടറോട് ആ വിഷയത്തിൽ എന്താണ് സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം അഥവാ ഒരു റിപ്പോർട്ട് നൽകണം എന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഒരിരട്ടിപ്പും ഒരു അനർഹരെയും ഒരു ആളെയും ഉൾപ്പെടുത്തില്ലെന്ന് മാത്രമല്ല, ആരെങ്കിലും വിട്ടുപോയാൽ അവരെ പൂർണ്ണമായും ഉൾപ്പെടുത്തും. ആശങ്കകൾ വേണ്ട. ഈ ഇരട്ടിപ്പ് പോലെ ഉണ്ടാകുന്ന ഒരു സാങ്കേതിക കാര്യങ്ങളിൽ ഒരു കാരണവശാലും ആ ഇരട്ടിപ്പിന് അംഗീകരിക്കപ്പെടില്ല. അങ്ങനെ ഉണ്ടാകുന്ന സാങ്കേതികമായിട്ടുള്ള തകരാറുകൾ ഗൗരവമാണ്, ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതിലുണ്ടാകുന്ന കുറവുകൾ പരിഹരിക്കാൻ പറ്റുന്നതാണ്. റോഷിബാലുണ്ട് വിവരങ്ങളുമായി. റോഷിബാൽ, ഇപ്പോൾ മന്ത്രി പറയുന്നത് അത് ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന ഉദ്യോഗസ്ഥരുടെ പ്രതികരണം വിലയിരുത്തിക്കൊണ്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അവിടെ ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് ചേർന്നുകൊണ്ട് മണിക്കൂറുകൾ എടുത്തിട്ടാണ് പട്ടിക തയ്യാറാക്കിയത്. ഇന്നലെ വൈകാരികമായിട്ടാണ് അവിടെ എത്തിയ ആളുകൾ പ്രതികരിച്ചത്. അപ്പോൾ കൃത്യമായി അവർ പറയുന്നുണ്ട്, ഓരോ കുടുംബത്തിൻ്റെയും പേര് വിവരങ്ങൾ വളരെ വ്യക്തമായി തന്നെ നഷ്ടമൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി നൽകുമ്പോൾ അത് 600-ലധികം വരുന്നുണ്ടായിരുന്ന പട്ടിക. ആ പട്ടികയാണ് പിന്നീട് മാറ്റി സബ് കളക്ടറുടെ ഓഫീസിലെത്തി കഴിയുമ്പോഴേക്കും അതിൽ ഒരാളുടെ പേര് 3-4 തവണ വരിക, ഒരുപാട് പേരെ ഒഴിവാക്കുക എന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ അത് കൃത്യമായ ഒരു താല്പര്യം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. മന്ത്രിക്ക് അതേക്കുറിച്ച് ബോധ്യമില്ല എന്നാണോ? സ്മൃതി, വലിയ വിമർശനത്തിനിടാക്കിയും വലിയ പ്രതിഷേധം ഈ ഉരുൾപൊട്ടലിന് ഇരയായവരുടെ പ്രതിഷേധത്തിന് സാക്ഷി വഹിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം വരുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളടക്കം ഇക്കാര്യത്തിൽ ശക്തമായി പ്രതികരിക്കാൻ തയ്യാറായത്. നേരത്തെ തയ്യാറാക്കിയ ആ പട്ടിക എന്തിനാണ് മാറ്റിയതെന്നൊരു ചോദ്യം. രണ്ടാമത്, അതിൽ എങ്ങനെയാണ് ഒരു തവണയിൽ കൂടുതൽ ഓരോ ആളുകളുടെ പേരുകൾ വന്നുകൂടിയത്, അങ്ങനെ തുടങ്ങിയ പട്ടികയിൽ വന്ന പിഴവ് അത് ബോധപൂർവമാണെന്ന വിമർശനം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ ഒരു പരിശോധന നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ സർക്കാർ എത്തുന്നത്. മാത്രമല്ല, അവിടെ പുനരധിവാസം വൈകുന്നതുമായി ബന്ധപ്പെട്ട വലിയ ആക്ഷേപങ്ങൾ സർക്കാരിനെതിരെ നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ വീണ്ടും മറ്റൊരു വിവാദം ഈ കാര്യത്തിൽ ക്ഷണിച്ചു വരുത്തുന്നത് ഗുണകരമാകില്ല എന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. ഏതായാലും ഇന്ന് 3 മണിക്കാണ് പ്രത്യേക മന്ത്രിസഭായോഗം. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക മന്ത്രിസഭായോഗം ഓൺലൈനിൽ ചേരുന്നത്. ആ മന്ത്രിസഭായോഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്ന് ഈ പുനരധിവാസം എങ്ങനെ നടത്തണം എന്നതിനെ കുറിച്ചാണ്. അതിനൊപ്പം നേരത്തെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉൾപ്പെടെ പുനരധിവാസം വൈകുന്നതിൽ കർണാടക സർക്കാർ പ്രഖ്യാപിച്ച സഹായം സംസ്ഥാന സർക്കാർ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങോട്ട് മറുപടിയും നൽകിയതാണ്.